ഹൈന്ദവ വിശ്വാസങ്ങളെ അധിക്ഷേപിച്ച് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി. വിഷ്ണുവിൻ്റെ അവതാരമാണ് ആ പന്നി എന്ന് വിശ്വസിക്കുന്നവരാണ് BJPക്കാർ. ചൈനയിൽ പാമ്പിനെ കഴിക്കുമ്പോൾ ഇവിടെ പാമ്പിനെയും കുരങ്ങിനെയും പൂജിക്കുന്നുവെന്ന വിചിത്രമായ രീതിയാണ് ഇവിടെ ഉള്ളതെന്നും KP ഉദയഭാനു പറഞ്ഞു. കോന്നിയിൽ വനം വകുപ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് ജില്ലാ സെക്രട്ടറിയുടെ ഹൈന്ദവ അധിക്ഷേപം. കോന്നിയിലേക്ക് CPM നടത്തിയ മാർച്ചിനിടെയാണ് പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു ഹൈന്ദവ ബിംബങ്ങളെ, ഹൈന്ദവ ദേവതകളെ അധിക്ഷേപിച്ച് സംസാരിച്ചത്. ആ വാക്കുകളിലേക്ക്. മഹാവിഷ്ണു പന്നിയുടെ അവതാരമെടുത്ത്, അങ്ങനെ പന്നിയുടെ അവതാരമെടുത്തിട്ട് ഭൂമിയെ ഈ പന്നിയുടെ തേറ്റ കൊണ്ട് കുത്തി സമുദ്രത്തിൽ നിന്ന് ഭൂമിയെ രക്ഷിച്ചു എന്നാണ് ഇവരുടെ വിശ്വാസം. ഈ മണ്ടബുദ്ധികൾക്ക് മനസ്സിലാകണ്ടേ, ഭൂമി ചുരുട്ടിയാൽ സമുദ്രവും ചുരുളത്തില്ലേ. ഇതിന്റെ കഥ വളരെ വിചിത്രമായ കഥകളാണ് ഇവർ പ്രചരിക്കുന്നത്. CG ഉമേഷ് ഈ വാർത്തയ്ക്കൊപ്പം ചേരുകയാണ്. ഉമേഷ്, പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവാണ് ഇങ്ങനെ ഹൈന്ദവ വിശ്വാസങ്ങളെയും ദൈവങ്ങളെയും ഒക്കെ അധിക്ഷേപിച്ച് സംസാരിച്ചത്. തരം കിട്ടുമ്പോഴെല്ലാം ഹൈന്ദവ ദൈവങ്ങളെ ഇത്തരത്തിൽ മോശപ്പെടുത്തി സംസാരിക്കുന്ന ഒരു രീതി CPM നേതാക്കൾക്കുണ്ട്. ഏറ്റവും അവസാനത്തെ സംഭവമാണോ ഇപ്പോൾ ഈ ഉദയഭാനു ഇവിടെ നടത്തിയിരിക്കുന്ന പരാമർശം? ഉമേഷ്. തീർച്ചയായും വിനോദ്, ഇത് ആദ്യമായല്ല CPM നേതാക്കളുടെ ഭാഗത്ത് ഇത്തരം ഹൈന്ദവ വിരുദ്ധ നിലപാടുകൾ ഉണ്ടാകുന്നു. CPMന്റെ പ്രമുഖരായ നേതാക്കന്മാരെല്ലാം പൊതുവേദികളിൽ തങ്ങളുടെ പ്രസംഗങ്ങളിൽ പലപ്പോഴും ഹൈന്ദവ വിരുദ്ധത തിരികെ കയറ്റാറുണ്ട്. ഇപ്പോൾ പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറിയാണ് KP ഉദയഭാനുവാണ് ഇത്തരത്തിൽ വിവാദമായ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. കോന്നിയിൽ DF ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടയിലാണ് വനംവകുപ്പുമായി ബന്ധപ്പെട്ട CPM സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിനിടയിലാണ് ഇത്തരത്തിൽ ഹൈന്ദവ വിരുദ്ധത CPM ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ആ പ്രസംഗത്തിൽ നേരിട്ട് തന്നെ കേട്ടാൽ കൃത്യമായി തന്നെ മനസ്സിലാക്കാം. ഹൈന്ദവരുടെ വിശ്വാസങ്ങളും ഒപ്പം തന്നെ അവരുടെ ആചാര രീതികളും ഒക്കെ തെറ്റാണെന്ന് സ്ഥാപിക്കാൻ CPM ജില്ലാ സെക്രട്ടറി ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. പന്നിശല്യം കർഷകർ നേരിടുന്ന വലിയൊരു പ്രദേശമാണ് കോന്നി. അവിടെ ഇതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാർ കൂടിയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ പഴിചാരിക്കൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് തലയൂരാനായി നടത്തുന്ന ചില ശ്രമങ്ങളാണ് CPM. അതിനാണ് ഇപ്പോൾ ഹൈന്ദവ വിരുദ്ധത കൂടി കൂട്ടുപിടിച്ചിരിക്കുന്നത്. വിഷ്ണുവിന്റെ അവതാരമാണ് പന്നി, അതുകൊണ്ടാണ് പന്നിയെ പിടികൂടുന്നതിന് കേന്ദ്ര സർക്കാർ ചില നിയന്ത്രണങ്ങൾ വെക്കുന്നത്. ഒപ്പം തന്നെ ഹൈന്ദവ വിശ്വാസങ്ങൾ പ്രകാരം പന്നിയുടെ രൂപത്തിൽ ഭഗവാൻ ഭൂമിയെ വീണ്ടെടുത്തു എന്ന ചില വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസത്തെയും അവഹേളിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പരാമർശിച്ചത്. മാത്രമല്ല, ചൈനയിലെ ജീവിത രീതിയെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ചൈനയിൽ പാമ്പിനെയും മറ്റു മൃഗങ്ങളെയും ഒക്കെ ഭക്ഷ്യവസ്തുക്കളാക്കുമ്പോൾ അത് നമ്മുടെ നാട്ടിൽ അതിനെ ആരാധിക്കുകയാണ്. പാമ്പിനെയും കുരങ്ങിനെയും ഒക്കെ ഇവിടെ ആരാധിക്കുകയാണ്. ചൈനയിൽ അതൊക്കെ ഭക്ഷ്യവസ്തുക്കളാണ്. അങ്ങനെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് വിചിത്രമായ ഇത്തരം രീതികളാണ് എന്നതാണ് ഉദയഭാനു പറഞ്ഞു സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് തന്നെ ഈ പ്രക്ഷോഭത്തിൽ ഉദയഭാനു ഒപ്പം ഉണ്ടായിരുന്ന CPM പ്രവർത്തകർക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില വിയോജിപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ വിനോദ് സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ആദ്യമായല്ല ഇത്തരം പരാമർശങ്ങൾ. അതെ, CPM നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ തുടർച്ചയായി ഹൈന്ദവ ദൈവങ്ങളെയും ബിംബങ്ങളെയും അധിക്ഷേപിക്കുന്ന പ്രവണത വർദ്ധിക്കുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി വിഷ്ണു അവതാരത്തെ കളിയാക്കിക്കൊണ്ട് സംസാരിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും CG ഉമേഷ്.